ഒരു കഥ പറയട്ടെ. ഒരിക്കല് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുക. മഴയുടെ ഭംഗിയും നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന പാടത്തിന്റെയും തോടിന്റെയും ഭംഗിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അയാൾ മെല്ലെ കുടയും എടുത്തങ്ങ് പുറത്തിറങ്ങി. നല്ല സുന്ദരമായിരുന്നു. വല്ലാത്ത തണുപ്പും മനസ്സും വല്ലാണ്ട കുളിരൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അറിയാതെ അയാളുടെ കാല് തെന്നി വെള്ളത്തിൽ വീണു. എന്ത് ചെയ്യണമെന്നറിയാതെ അയാൾ ആലോചിക്കാനൊന്നും നിന്നില്ല. പകരം വേഗം എന്ത് ചെയ്തു, നീന്തി എങ്ങനെയെങ്കിലും തനിക്കുള്ള എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴികളായി പിന്നെ അയാളുടെ ചിന്തകളും കാഴ്ചകളും എല്ലാം. അയാൾ കമ്പുകൾ തിരയുകയാണ്, അയാൾ നീന്തുകയാണ്, എവിടേക്കെന്നില്ലാതെ എന്തിനെന്നില്ലാതെ. പക്ഷെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, രക്ഷപ്പെടണം ഈ വെള്ളത്തിന്റെ ഒഴുക്കിൽ നിന്ന്. അവസാനം അയാളിലേക്ക് ഒരു കമ്പങ്ങെത്തി, അയാളത് പിടിച്ചു കയറി രക്ഷപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വീണ അയാള് ഇനി ഞാൻ എന്താ ചെയ്യാ, എനിക്കിങ്ങനെ ആയിപ്പോയല്ലോ എന്നാലോചിച്ച് അയാൾ അവിടെ കാത്തു നിന്നിട്ടില്ല. അവിടെ ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് അവിടെ സ്റ്റക്കായി നിന്നിട്ടില്ല. പകരം അയാൾ എന്ത് ചെയ്തു, അവിടെ ആക്ഷൻ എടുത്തു. തനിക്ക് എന്താണ് ജീവിക്കണമെന്നും ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിലൂടെ അത് മാത്രമായിരുന്നു അയാളുടെ കാഴ്ചകളും ചിന്തകളും എല്ലാം. അതുകൊണ്ടാണ് അയാൾ എന്താണ് അതിവേഗത്തിൽ ഒരു കമ്പ് തേടിയതും അതിൽ നിന്ന് രക്ഷപ്പെട്ടതും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പല സമയത്തും നമുക്ക് മുന്നിലേക്ക് വരുന്ന പ്രതിസന്ധികളായിക്കോട്ടെ, ജീവിതം നമ്മുടെ മുന്നിലേക്ക് വരക്കുന്ന എന്തുമായിക്കോട്ടെ, അതിന്റെ മുന്നിൽ സ്റ്റക്ക് ആവാതെ അതിനെക്കുറിച്ച് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള അതിനെ മറികടക്കാനുള്ള ആക്ഷൻ എടുക്കുക. ആ സമയത്താണ് നിങ്ങളുടെ മുന്നുകളിലേക്ക് വഴികൾ തെളിയുന്നത് എന്ന് എന്ത് ചെയ്യുക, നമ്മൾ തിരിച്ചറിയുക. താങ്ക് യു.